ശരി അലറിഞ്ഞ 95 കാര്യം പറഞ്ഞു 95 പറഞ്ഞിരുന്നേ ഇതിനാ 95,000 പറഞ്ഞിരുന്നല്ലേ. ഇന്നത്തെ പെരുന്നാൾ ചന്തയാണ് കേട്ടോ കൊള്ളലൂര്. പോത്തിന് പെട്ടി മൂപ്പരെ പെടണം കേട്ടോ. അത് പെടുന്നുണ്ട്. അയാളെ കൊണ്ടോ അത് കൊണ്ടോ കൊടുക്കേടോ രാവിലെ കിടന്ന് തല്ലുകൂടിലൊക്കെ നിങ്ങളൊന്നും ഇറങ്ങണ്ട. ചന്ത ഇറങ്ങണ്ട ചാണാവും. കാരോട്ടോ വിട്ടോടുക്ക് അങ്ങോട്ടോട്. കുടിച്ചാളെ കൊണ്ടുണ്ടോ? എവിടെ ഉണ്ടായതാണ്ട ഏടാ? അയാളെ കാര്യം പറഞ്ഞ അടച്ചു തിരിഞ്ഞു. അയാളെ പോത്തിന്റെ കാര്യം പറഞ്ഞ അന്റെ പോത്ത് അന്റെ പോത്തെന്താ വില? അടുത്തുള്ള വിൽക്കാം. ഏടോ അന്റെ പോത്തെന്താ വില? ബെഞ്ച് വില കൂട്ടി പറഞ്ഞാ ഞാൻ ചോദിച്ചേക്ക്. ആ അഞ്ചെണ്ണം നോക്ക്. കാലത്തിനാ വിട്ടോളെ. 70 റുപ്യ പറഞ്ഞു. വട്ടം വിട്ട് പോവാ. അയ്യാ വില പറഞ്ഞേ കേട്ട് പോത്ത്. എവിടക്ക് പോണ്? ഒന്ന് അല്ല ഒന്നിങ്ങൾ കൊടുത്ത് പച്ചമീന്റെ കായ്ക്ക് കൊടുത്താ നമ്മളൊക്കെ തന്നെ കിട്ടുള്ളൂ. കഴിക്ക വരണോ ഈ വിലക്കൊക്കെ കിട്ടുകയാണെങ്കിൽ? അതെ. ഇതിപ്പോ എന്താ വില പറഞ്ഞു? ഇതിപ്പോ മര്യാദ കൊടുക്കാണോ? മര്യാദ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. മര്യാദ നമുക്കറിയില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ കൊടുക്കാൻ പറ്റുള്ളൂ. എത്ര വില? ഇതൊക്കെ ഒരു 50 റുപ്യക്ക് കൊടുക്കാണോ? 50 റുപ്യ കൊടുക്കണ്ടോ? 50 റുപ്യക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തോളെ. 50 റുപ്യക്ക് കൊടുക്കാം. അപ്പൊ നുണ പറച്ചിൽ ഇപ്പൊ കേക്കാം. 50 പറഞ്ഞ് നുണ ഉള്ളത് പറയണോ? എന്തേ? അന്നെ 50 റുപ്യക്ക് തന്നാ 50 റുപ്യക്ക് തരണ്ട. പിന്നെ ആള് കാണാൻ വേണ്ടിട്ട് വില കുറച്ച് പറയണ്ട. ഇവര് 50 റുപ്യക്ക് കൊടുക്കുന്ന അറിയില്ല. 50 റുപ്യക്കാണെങ്കിൽ എടുക്കാം. എടുക്കപ്പെടെ കുറെ ആൾക്കാരില്ലേ. മൂപ്പര് പറഞ്ഞാണല്ലോ. ഞാൻ പറഞ്ഞല്ല, പോത്തിന്റെ ഉടമ പറഞ്ഞ. പോത്ത് എല്ലാവർക്കും കൊടുക്കാലോ. നമ്മുടെ ആളാ. അതെ, ഇവിടെ വരുന്നവരൊക്കെ നമ്മളാൾ തന്നെ, പുറത്തൊന്നുമല്ല. ആ നോക്ക് എത്ര പറഞ്ഞ് ഒന്ന് കൊണ്ടുപോയി പോത്ത് വറുത്തോ പെരുന്നാളായിട്ട്. ഒന്ന് പോത്ത് വറുത്തോ. ഇതിപ്പോ 10 രൂപ കഴിഞ്ഞു ഇട്ടു. കൊണ്ടായാല് അത് കിട്ടിയെന്നെ. അത് കിട്ടു.
അത് കിട്ടും ആര് വന്നാലും നമുക്കിത് കൊണ്ടുപോകാൻ കൊണ്ടായാ കിട്ടും. പറയണില്ല. ഇതിപ്പോ പുഴയെ കിടക്കണ കാരണം വൈക്കോലില്ല, പിന്നെ വെള്ളം കാട്ടും. വൈക്കോലില്ല. പൊടിയൊന്നും ഉണ്ടാവില്ല. അല്ല, വെള്ളം അതിന് പുഴയത്തെ വെള്ളം കാട്ടില്ലേ? പൊടിയൊന്നും ഉണ്ടാവില്ല. അല്ലാന്നു വെള്ളം പുഴയത്തെ വെള്ളം കാട്ടില്ലേ? പുഴയത്തെ വെള്ളം പുല്ലും. ആ, വൈക്കോലിന്നൊക്കെ വരില്ലട്ടാ. വാന്ന് വരല്ലേ, വാന്ന് വരരുത്, വാന്ന് വരരുത്. അപ്പൊ വൈക്കോലായി. കുട്ടിയുടെ മെസ്സേജ് കാല് വളഞ്ഞിട്ട് അത് നോക്കണ്ട, അത് പൈസല്ല. ഇതെത്ര? അതാ 85 40. വെറുതെ നോണ പറഞ്ഞിട്ട് എന്താ കാര്യം? 40 നേരെ പറയും. ഇതെത്രയാണ് പറഞ്ഞത്? 85 രൂപ. ഇതെത്ര? 85. 85. ഇത് 85 പിന്നെ 50 എന്നൊക്കെ പറഞ്ഞ ആ ചേട്ടായി സുഖല്ലോ. മൂപ്പർക്ക് കാര ഗുളിക കഴിച്ചിരുന്നത് രാവിലെ. അത് രാവിലെ 2 കൊടുക്കണം. ഇന്നലെ 2 കൊടുക്കേണ്ടിയിരുന്നു അല്ലേ? ഇന്നലെ 2 കൊടുത്ത അന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് 50 റുപ്യ തരാറ്. ഞാനൊരു മേടിക്കാം. ഞാൻ പറഞ്ഞില്ലോ. ചില ആൾക്കാർ അവിടെ കാലിനൊരു ബെൻഡുണ്ട്, വിളവുണ്ട്. കാലിനൊരു വിളവുണ്ട്. ബെൻഡടിക്കണം. ചോദിക്കാൻ എന്താ കാര്യം? ഇവിടെ പോയി ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ ചോദിച്ചു 30-40 വെച്ച് കണ്ട ഇവിടെ ആള് വില പറഞ്ഞു തരില്ല. ഒരാള് പറഞ്ഞത് തരികയാണെങ്കിൽ നിങ്ങൾ ആരായി? അല്ലേ? പറഞ്ഞ ബോത്തിനും പറഞ്ഞ വിലക്ക് കൊണ്ടുപോകണമെങ്കിൽ മൂപ്പര് ആരായി? ഇപ്പൊ ഈ ചന്ത നിൽക്കേണ്ട ആളാ. ഒരു മഹല്ല അർത്ഥം വെക്കാണ്ട് അത് അടിച്ചു കേടണ്ട. അതിനുള്ള കാര്യം എന്നാ മതി. അറിയോ? അതിനുള്ള കാര്യം എത്ര? അടച്ചിട്ടാലേ ഷെഡ് നിറച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം എന്നാ മതി. കൂടുതൽ വേണ്ട. അല്ലാന്നോ അതിന്റെ കാര്യം ചോദിക്കില്ല. അങ്ങോട്ട് കയറ്റിയെടുത്ത് ആരോഗ്യത്ത് അതിനല്ലേ ഇപ്പൊ കയറ്റിയെടുത്ത് പോത്തുകുട്ടികൾ എത്രയായിരുന്നു? 27 മേഞ്ഞ് 27 മേഞ്ഞ് പറഞ്ഞല്ലേ? ലാസ്റ്റ് കൊടുക്കുമ്പോ നമുക്ക് എന്തേലൊക്കെ ചെയ്ത് പറഞ്ഞാൽ ലാസ്റ്റ് എന്നുള്ള ഒരു മനസ്സിലൊന്നും ഉണ്ടാവുമല്ലോ. ആളെ കളിയാക്കാതെ നിങ്ങളെ ഈ ചന്ത നടന്നിട്ട് കാര്യം. നിങ്ങളെ കച്ചവടം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഒന്ന് മേടിച്ചുകൊണ്ടായി കെട്ടിയിട്ടില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വർത്താനം പറയാം. നിങ്ങളെ കൊട്ടിപ്പോനും കട്ടിപ്പോനും വിളിച്ചിട്ട് കാര്യമില്ല. ആർക്കാ പറ്റണത് കൊണ്ടുപോയിക്കോളി. അജ്ജിന് വാടാ. ഇന്നതൊക്കെ വനിതാ പോത്തുകളാ. അത് വലിയ പോത്ത്. ഇതൊക്കെ വനിതാ പോത്ത് കുറേ ഉണ്ട് കേട്ടാ. വില ആവും. മൂരി ഇടിക്കാരൻ മൂരിയ ഇടി ഹംസ പറയും. കുത്തണ മൂരി ഇടി ഹംസ. മൂരി ഇടിക്കാൻ വരികയാണേ. ഇടിമൂരി അതിന് അടുത്ത് കൂടെ പോണ്ട. മഴ അങ്ങനെ ചാറ്റൽ മഴ വരുന്നുണ്ട്. കൊള്ളനൂര് ചന്ത അങ്ങനെ പോണുണ്ട്.